السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد. അൽ മുറാഫഖ ഈ പ്രൗഢമായ വേദിയിൽ ലിബറലിസം എന്നതാണ് പ്രതിപാദ്യ വിഷയം. പ്രിയമുള്ളവരെ, തന്റെ താല്പര്യങ്ങളെ, തന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി തന്റെ പൂർണ്ണമായ കഴിവുകളെയും അധ്വാനത്തെയും പൂർണ്ണമാവിധം ഉപയോഗിക്കാൻ മനുഷ്യർ ഇന്നും സജ്ജരാണ്. എന്നാൽ ഒരു സാമൂഹിക ജീവിയാവുക എന്നാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ കനേഡിയൻ ഫിലോസഫിസ്റ്റ് ജോർദാൻ പീറ്റേഴ്സൺ പറഞ്ഞു വെക്കുന്നത് പോലെ സാമൂഹിക ഘടനയെ മാറ്റാത്ത വിധം, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത വിധം സ്വന്തം താല്പര്യങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ് മനുഷ്യന്റെ ബാധ്യതയായിട്ടുള്ളത്. ഇതിനെ മാനിച്ചുകൊണ്ടും 1800കളിൽ സഹിഷ്ണുതക്കും സമാധാനത്തിന് വേണ്ടി ജോൺ ലുക്ക് എന്ന് പറയുന്ന ആളിൽ നിന്ന് ഉയർന്നു വന്നൊരു ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം എന്നുള്ളത്. ഇത്രമേൽ ഉചിതമായ ഉത്തമമായ ആശയമായതുകൊണ്ട് തന്നെ സ്പെയിനിലും ഫ്രാൻസിലും ബ്രിട്ടനിലെല്ലാം 50 വർഷത്തിനുള്ളിൽ 1880 തന്നെ പടർന്നു പിടിക്കുകയാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ചില തീവ്ര താല്പര്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ലിബറലിസമിന്റെ മൊത്തം ആശയം തന്നെ മാറി വരികയാണ്. അതായത് ഇന്ന് ജോണിന്റെ പിൻഗാമികളെ ന്യൂ ലിബറലിസമിന്റെ ശത്രുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ജോർഡാൻ പീറ്റേഴ്സന്റെ പോലത്തെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ ഇന്ന് തീവ്ര വലതുപക്ഷ കക്ഷികൾ ആളുകളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇനി ഒന്ന് പരതി വായിച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ലിബറലിസം? ഇന്ന് ലോകത്തിന്റെ ഓരോ മുക്കുമുലകളിലും ഇത് പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം പറയണം, അമേരിക്കയിലെ ജീനോ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സ്ത്രീ ദി വുമൻ ഓഫ് ദി ഇയർ എന്ന അവാർഡ് വാങ്ങുമ്പോൾ നിരവധി സ്ത്രീകളുടെ അവകാശങ്ങളെയാണ് അത് തച്ചുടച്ചിരിക്കുന്നത്. ഈ വിഷവിത്തിന്റെ, ഈ വികൃതമായ ആശയത്തിന്റെ ഒരു വിത്ത് മാത്രമാണ് കൊച്ചിയിലെ മഹാരാജാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ സർക്കാർ അനുമതിയോടുകൂടെ നടന്ന ജനറൽ സൗഹൃദ ശുചിമുറി എന്നുള്ളത്. എന്നാൽ നാം അറിയേണ്ടത് ന്യൂ ലിബറലിസമിന്റെ ജന്മദേശമായ ഫ്രാൻസും ബ്രിട്ടനും എല്ലാം ഇന്ന് മറിച്ച് ചിന്തിക്കുകയാണ്. അന്ന് നന്മ എന്ന് കരുതി അരാജകത്വത്തെ അയച്ചു വിട്ടപ്പോൾ ഇന്ന് അക്രമങ്ങളായി തിരിച്ചടിക്കുന്നു എന്ന് മനസ്സിലാക്കി അവർ ഇന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ഈ തിരിഞ്ഞു നടത്തം നമുക്ക് മാതൃകയാണ്. കേവലം സ്ത്രീകളുടെ അവകാശം എന്നല്ല, ലോകത്ത് പൊതുജനത്തിന്റെ അവകാശമാണ് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടും വ്യക്തി താല്പര്യങ്ങളെ നിറവേറ്റേണ്ടതാണ്. അത് നിറവേറ്റേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങളെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എന്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.